ഇനി വരുന്നൊരു തലമുറക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. വളരെ ചിന്തിപ്പിക്കുന്ന വരികൾ. നമസ്കാരം. മലയാള മിഷൻ ഒമാൻ ചാപ്റ്റർ സലാല മേഖലയിൽ നിന്നും സൂര്യകാന്തി വിദ്യാർത്ഥിനിയായ ഇഷ നമിയ. പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില ഓർമ്മപ്പെടുത്തലുകളാവട്ടെ. ഇന്ന് പ്രകൃതിയെക്കുറിച്ച് ഇനിയും നാം ചിന്തിച്ചില്ലെങ്കിൽ അതിഭീകരമായിരിക്കും നമ്മുടെ ജീവിതം. മാധ്യമങ്ങളിൽ കാണുന്ന ഓരോ പ്രകൃതിക്ഷോഭങ്ങളും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. വയനാട്ടിൽ മണ്ണിടിച്ചിൽ, ഗ്രാമം അപ്രത്യക്ഷമായി, കിണറിനിടം ശൂന്യമായി, പ്രളയ രക്ഷാദൗത്യം പാളി, ആഗോള താപനം, അങ്ങനെ ഒരുപാട് പുതുവാർത്തകൾ. എന്താണ് പ്രകൃതി? ശ്വസിക്കാൻ പ്രാണവായുവും കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും തരുന്ന നമ്മുടെ അമ്മ. മനുഷ്യൻ തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളിലുപരി തൻ്റെ ആർഭാടങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൂടുന്നു. ചൂഷണം ഒരർത്ഥത്തിൽ മോഷണം തന്നെയാണ്. പ്രകൃതിയുടെ ഒരംശം മാത്രമായ മനുഷ്യന് പ്രകൃതി ഇല്ലാതെ നിലനിൽക്കാനാവില്ലെന്ന ബോധമാണ് യഥാർത്ഥ പാരിസ്ഥിതിക ബോധം, പ്രപഞ്ചബോധം. അതാണ് നമുക്ക് വേണ്ടതും. പ്രകൃതിയെ പച്ചപ്പുതപ്പിച്ചും ജലാശയങ്ങളിലെ മണ്ണെടുക്കൽ നിർത്തി അവയെ ശുചിയായി സൂക്ഷിച്ചും കീടനാശിനികൾ ഉപയോഗിക്കാതെ പകരം പ്രകൃതിദത്ത കീടനാശിനിയും ജൈവവളവും ഉപയോഗിച്ചും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിഞ്ഞ് പ്രകൃതിയെ നോവിക്കാതെയും പ്രകൃതിയെ നമുക്ക് സ്നേഹിച്ചു നോക്കാം. ഓരോ വീടുകളിലും കൊച്ചു പൂന്തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും നമ്മൾ മക്കളോടൊപ്പം വളർന്നു വരട്ടെ. ഇത് നല്ലൊരു മാനസികോന്മേഷവും കൂടെയാണ് നമുക്ക് തരുന്നത്. എല്ലാ കെട്ടിടങ്ങൾക്ക് മുകളിലും മഴ സംഭരണികൾ സജ്ജമാക്കുന്നതിൻ്റെ ആവശ്യകതയെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. ഒരു വൃക്ഷം 10 പുത്രന് സമം എന്ന പൂർവികരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകി ഓരോ മക്കളും ഓരോ തൈകൾ നടട്ടെ, അതിനെ പരിപാലിക്കട്ടെ. പ്രകൃതിക്ക് പുതുജീവൻ നൽകുന്ന വരദാനമാണ് വൃക്ഷങ്ങൾ. ജലം, വായു, മണ്ണ്, ഊർജം, സസ്യങ്ങൾ, ധാതുക്കൾ ഇവ സംരക്ഷിക്കുന്നതിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നമുക്ക് നിലനിർത്താൻ കഴിയും. സ്വന്തം വീടിനപ്പുറത്തേക്ക് നമ്മൾ മലയാളികളുടെ ശുചിത്വവും വളർത്തിയെടുക്കാം. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പ്രതിദിനം വർദ്ധിക്കുകയാണ്. അവസാനത്തെ മരവും വീണു കഴിയുമ്പോൾ, അവസാനത്തെ പുഴയും വറ്റിവരളുമ്പോൾ, അവസാന മത്സ്യവും ചത്തുപൊന്തുമ്പോൾ പണം ഭക്ഷിച്ച് പശി അടക്കാൻ കഴിയില്ല മനുഷ്യ നമുക്ക്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം പ്രതികരിക്കാൻ കാത്തു നിൽക്കാതെ ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി ജീവിതം മുതൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു യുവതലമുറയെ വളർത്തിയെടുക്കാം. സർവം സഹായ അമ്മയെപ്പോലെ സമഭാവന ഉൾക്കൊള്ളുന്ന ഭൂമിയോളം നമുക്കും വലുതാകാം. നന്ദി.